بسم الله الرحمن الرحيم. ألا هو الذي توسل به آدم عليه السلام وافتخر بكونه والدا واستغاث به نوح عليه السلام فنجا من الردى وكان في صلب إبراهيم عليه السلام حين ألقي في النار فعاد وصار لهبها مخمدا ورأت أمه آمنة رضي الله عنها حين حملت به ملائكة السماء مددا ودخل عليها الأنبياء وهم يقولون لها إذا وضعت شمس الفلاح والهدى فسميه محمدا اللهم صل وسلم وبارك عليه. ഇന്നലെ നമ്മൾ പറഞ്ഞു മഹാനായ ആദം നബി അലൈഹിസ്സലാം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട്, അഥവാ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തവസ്സുല് ചെയ്തിട്ടുണ്ട്. ബാപ്പയായത് കാരണമായി അഭിമാനം കൊള്ളുകയും ചെയ്തു. വല്യാപ്പായതുകൊണ്ട് അഭിമാനം, എൻ്റെ പേരക്കുട്ടികളിൽപ്പെട്ട ആളാണല്ലോ എന്നുള്ള നിലക്ക് അഭിമാനം കൊള്ളുകയും ചെയ്തു. എന്താണ് ഈ തവസ്സുല്? തവസ്സുല് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട്, അഥവാ നബിമാരെ കൊണ്ട്, അവരുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് മുർസലീങ്ങള്, ബദിരീങ്ങള്, സ്വഹാബത്ത്, സ്വാലിഹീങ്ങള്, ഇവരുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട്, അല്ലെ അവരെ കൊണ്ട് തന്നെ, അവരുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവിനോട് തേടുന്നതിനാണ് തവസ്സുല് എന്ന് പറയുക. അതുമാത്രമല്ല, സ്വാലിഹായ സൽക്കർമ്മങ്ങളെ കൊണ്ട് തവസ്സുലാക്കി തേടുന്നതിന് തവസ്സുല് അത് ഇടയിൽ നിർത്തി. ഞാൻ ചെയ്ത നിസ്കാരം, അല്ലെങ്കിൽ ഞാൻ കൊടുത്ത സദക്ക കാരണമായി, അല്ലെങ്കിൽ ഞാൻ ചെയ്ത നോമ്പ് കാരണമായി, അല്ലെങ്കിൽ നിന്റെ മഹാന്മാര് കാരണമായി, ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട്, ഹക്ക് കൊണ്ട്, ജാഹ് കൊണ്ട് നിന്നോട് ഞാൻ എൻ്റെ ആവശ്യങ്ങൾ വീടാൻ വേണ്ടി അള്ളാഹുവെ ചോദിക്കുന്നു എന്ന് പറയുക. ആവശ്യങ്ങൾ വീടാനോ, കടങ്ങൾ വീടാനോ, മുറാദുകൾ ഹാസിലാകാനോ, രോഗങ്ങൾ ശിഫയാകാനോ, എന്തിനും അത് തവസ്സുലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇടയാളന്മാരാക്കിക്കൊണ്ട്, മധ്യവർത്തിയാക്കിക്കൊണ്ട്, ഇടയിൽ ഒരാളെ നിർത്തിയിട്ട് അള്ളാഹുവിലേക്ക് തേടുന്നതിനാണ് എന്ത് പറയുക? തവസ്സുൽ വരെ ഇസ്തിഗാസ എന്ന് പറയും. നേരിട്ട് അള്ളാഹുവിൻ്റെ ഔലിയാക്കളാകുന്ന, അല്ലെങ്കിൽ സ്വാലിഹീങ്ങളാകുന്ന, നബിമാരാകുന്ന അവരെ കൊണ്ട് നേരിട്ട് അവരോട് സഹായം തേടുന്നതിന് ഇസ്തിഗാസ എന്ന് പറയും. നബിയെ എന്ന് വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് നബിയോട് സഹായം തേടുക. മുഹയ്യിദ്ദീൻ ശൈഖയെ രക്ഷിക്കണേ, കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ, കാക്കണേ. ഇതാണ് ഇസ്തിഗാസ. ദുആ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് തേടുന്നതിന്. അള്ളാഹുവെ റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസന, ദുനിയാവിൽ ഞങ്ങൾക്ക് നീ ഹസനത്ത് നൽകണം രക്ഷിതാവേ. റബ്ബിനോടാണ് പറയണത്, റബ്ബേ, ഞങ്ങളുടെ റബ്ബേ. റബ്ബന ളലംന അൻഫുസന വ ഇല്ലം തഗ്ഫിർ ലന, ഇത് റബ്ബിനോടുള്ള പ്രാർത്ഥന, അത് ദുആ. മഹാത്മാക്കളോട് നേരിട്ട് ചോദിക്കുന്നത് ഇസ്തിഗാസ. മഹാത്മാക്കൾ മുഖേനെ, അല്ലെങ്കിൽ സ്വാലിഹായ സൽക്കർമ്മങ്ങൾ മുഖേനെ അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് തവസ്സുൽ എന്ന് പറയും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മഹാനായ ആദം നബി അലൈഹിസ്സലാം തവസ്സുൽ ചെയ്തിട്ടുണ്ട്. ആദം നബി അലൈഹി സ്വലാമിന് സ്വർഗത്തു നിന്ന് പുറത്താക്കിയ സമയത്ത് ഒരുപാട് കാലം ആ ക്ഷമാപണം കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ക്ഷമാപണം യാചിച്ചുകൊണ്ട് കുറെ കാലം നടന്നു. അവസാനം ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി, പരിശുദ്ധമായ ഖുർആനിലെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആദം നബി അലൈഹിസ്സലാം ചില കലിമത്തുകൾ കണ്ടപ്പോ ആ കലിമത്തുകൾ വെച്ച് മുൻനിർത്തി അള്ളാഹുവിനോട് തൗബ ചെയ്തു. അള്ളാഹു തൗബ സ്വീകരിച്ചു. ഏതാണ് ആ കലിമത്ത്? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് അർശിന്റെ ഭാഗത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതി വെച്ചത് കണ്ടപ്പോൾ ആ അള്ളാഹുവിന്റെ പേരിനോട് കൂടെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആളുടെ പേരാണല്ലോ ചേർത്ത് കൊടുക്കുക. അതുകൊണ്ട് ആ പേര് കൊണ്ട് അള്ളാഹുവിനോട് ഞാൻ തവസ്സുലാക്കുന്നു. ഇന്നാന തവസ്സുലു ബി ഹബീബിക നബീക സയ്യിദന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി ബിഹഖി നബീക സയ്യിദന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് നീ എനിക്ക് പുറത്തു തരണേ എന്ന് ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് തേടി. ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇനി അടുത്ത ഭാഗം നോക്കാം. വസ്തഗാസ ബിഹി നൂഹ് അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സഹായം ചോദിച്ചു, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം തേടി നൂഹ് നബി അലൈഹിസ്സലാം. ഫനജാ മിനർ റദാ, ആ വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ ആപൽഘട്ട സമയത്ത്, മഹാനവർകൾ നൂഹ് നബി അലൈഹിസ്സലാമും ഒപ്പം ഉണ്ടായിരുന്ന ആളുകളും കപ്പലും രക്ഷപ്പെട്ടു. ഇത് കാരണമായി, ഏത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്ത കാരണമായി നൂഹ് നബി അലൈഹിസ്സലാമും കൂട്ടരും രക്ഷപ്പെട്ടു. ഫനജാ, രക്ഷപ്പെട്ടു. വറഅത്,
അതല്ല, വകാന ഫീ സുൽബി ഇബ്രാഹിം അലൈഹിസ്സലാം, വകാന ഫീ സുൽബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ നൂറായിരുന്നു, പ്രകാശമായിരുന്നു, ഫീ സുൽബി മുതുകിലായിരുന്നു, ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മുതുകിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുതുഫത്താകുന്ന നൂറാനിയത്ത്. ഹൈന ഉൽഖിയ ഫിന്നാർ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ നമ്രൂദ് രാജൻ തീകുണ്ടാരത്തിലേക്ക് ഇടപെട്ടപ്പോ ആ സമയത്ത് ഇബ്രാഹിം നബീന്റെ കൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാനിയത്ത് ഉണ്ടായിരുന്നു. അത് കാരണം ഫആദ വസാറ ലഹ്ബുഹാ മുഹമ്മദ, ആ ആളിക്കത്തുന്ന തീയ് അണഞ്ഞുപോയി, കെട്ടുപോയി എന്ന്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് തണുപ്പായി മാറി, ഏസിയായി മാറി ആ തീകുണ്ടാരത്തിൽ നിന്ന്. അത് ഏത് കാരണം? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം, നൂറാനിയത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മുതുകിലുണ്ടായത് കാരണം. അത്രയും വലിയ ബറക്കത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വറഅതു ഉമ്മുഹു ആമിന റളിയല്ലാഹു അൻഹാ, അവിടുത്തെ ഉമ്മ ആമിന ബീവി റളിയല്ലാഹു അൻഹാ കണ്ടു. ഹീന ഹമലത് ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഗർഭം ധരിച്ചപ്പോൾ, മലായികതസ്സമാഇ മദദാ, ആകാശത്ത് ധാരാളം മലക്കുകൾ കൂട്ടം കൂട്ടമായി ആമിന ബീവി കണ്ടു. മുത്തുനബിയെ ഗർഭം ധരിച്ച സമയത്ത് ഒരുപാട് മലക്കുകളെ ആമിന ബീവി റളിയല്ലാഹു അൻഹ കണ്ടു. വദഖല അലൈഹൽ അംബിയാഉ, ആമിന ബീവി റളിയല്ലാഹു അൻഹ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് ധാരാളം നബിമാര് അവരുടെ അടുക്കലേക്ക് വന്നു, പ്രവേശിച്ചു. വഹും യഖൂലൂന, അവരെല്ലാവരും പറയുന്നുണ്ട്, ഇദാ വലഅതി ശംസൽ ഫലാഹി വൽ ഹുദാ, സന്മാർഗത്തിന്റെയും വിജയത്തിന്റെയും സൂര്യ തേജസ്സിനെ അങ്ങ് പ്രസവിച്ചു കഴിഞ്ഞാൽ, ഫസമ്മീഹി മുഹമ്മദാ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് എന്ന് പേരിടണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കുട്ടിക്ക് നിങ്ങൾ മുഹമ്മദ് എന്ന് പേരിടണം. എല്ലാ നബിമാരും വന്ന്, നബിമാര് ആമിന ബീവി റളിയല്ലാഹു അൻഹ ഗർഭം ധരിച്ചിരിക്കുമ്പോൾ വന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇത്ര മാത്രമാണ് ഇന്ന് എടുക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂലാക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.